കാടുകാണാത്ത വനംവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് കെ സുധാകരൻ എം പി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടിന് ഉത്തരവാദി വനംവകുപ്പ് മന്ത്രിയാണെന്നും വയനാട്ടിൽ ആന ചവിട്ടിക്കൊന്ന അജീഷിന്റെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ പോലും സ്ഥലത്തെത്താത്ത മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. വയനാട്ടിൽ കർഷകനെ കൊന്ന കാട്ടാന നാട്ടിലിറങ്ങിയ വിവരം 2 ദിവസം മുൻപ് കിട്ടിയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥർ നിഷ്ക്രിയരാണ്. അവരെ നിയന്ത്രിക്കേണ്ട മന്ത്രി കാടു കണ്ടിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. ആ സ്ഥാനത്തിരിക്കാൻ കാര്യക്ഷമതയില്ലാത്ത മന്ത്രിയെ രാജിവെപ്പിച്ച് യോഗ്യതയുള്ളവരെ ചുമതലപ്പെടുത്താനാണ് ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാര് വളരെ ജാഗ്രത പുലർത്തി അവർക്ക് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അന്വേഷിച്ച് ബന്ധപ്പെട്ട മൃഗത്തെ കണ്ടെത്തി അതിനെ ഒതുക്കുകയോ അതല്ലെങ്കിൽ അവനെ സംരക്ഷിക്കുകയോ എങ്ങനെയാണോ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുക അത് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു എന്നതാണ് നമ്മുടെ ശാപം. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മന്ത്രിയാണ്. ഈ മന്ത്രി ഈ കാട് കണ്ടിട്ടില്ല. നമ്മുടെ വനംവകുപ്പ് മന്ത്രി ഈ കാട് കണ്ടിട്ടില്ല. ഞാൻ വനംവകുപ്പ് മന്ത്രിയായിരുന്നോനാ. ഞാൻ കാണാത്ത 1 ഇഞ്ച് വനം കേരളത്തിലില്ല. ഈ മന്ത്രി എവിടെ പോയി? ഈ കൊലപാതക മരണം മുഴുവൻ നടന്നു. ഇയാൾ വന്നോ? ആ വീട്ടിൽ പോയോ? ഒന്ന് ആശ്വസിപ്പിച്ചോ? എന്ത് മന്ത്രിയാണ്? എന്ത് സർക്കാരാണ്? സർക്കാർ പറയണ്ടേ മന്ത്രിയോട് പോകാൻ? അവർ ആശ്വസിപ്പിക്കാൻ പറയണ്ടേ? 10 ലക്ഷം ഉലുവ കൊടുത്തിരിക്കുന്നു ഒരു കുടുംബത്തിന്. ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന ഒരു കേസിന്റെ അകത്ത് അജീഷിന് 10 ലക്ഷം രൂപ എന്തിനു മതി? 2 മക്കൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കാൻ എത്തുക കുട്ടികൾക്ക് 10 ലക്ഷം രൂപ? ഒരു സർക്കാർ ഒരു മര്യാദയില്ലേ, മനുഷ്യത്വം ഇല്ലേ? ആ മനുഷ്യത്വം എവിടെയാ കാണിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നുകിൽ ഫോറസ്റ്റ് മന്ത്രി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ രാജിവെച്ച് കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകണം. അതിന് ഇടതുപക്ഷ നേതൃത്വം മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക്. മയക്കുവെടി വയ്ക്കുന്ന മൃഗങ്ങൾ മരിക്കുകയല്ല, മയങ്ങുകയാണ് ചെയ്യേണ്ടത്. മരിക്കാൻ വയ്ക്കുന്ന വെടി വേറെയാണ്. എന്നാൽ മയക്കുവെടിയേറ്റ മൃഗങ്ങൾ ചാവുന്ന സംഭവം അന്വേഷിക്കണമെന്നും സുധാകരൻ പറഞ്ഞു. വീണ്ടും മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സുധാകരന്റെ മറുപടി ഇതായിരുന്നു. നമുക്കെന്താ, ജനാധിപത്യ സംവിധാനത്തിൽ വരാവുന്ന എല്ലാ ജനാധിപത്യ പാർട്ടികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ പാർലമെന്റിൽ വെല്ലുവിളിയുണ്ടോ? ഒരു വെല്ലുവിളിയും ഇല്ല. വെല്ലുവിളിയേ ഇല്ല. അതാ പ്രശ്നം. ഇപ്പൊ വെല്ലുവിളി ഇല്ലാത്തത് കൊണ്ടാ പ്രശ്നം. അത് പാർട്ടി പറയേണ്ടതാ, ഞാൻ പറയില്ല. പാർട്ടി ഇപ്പൊ എന്നോട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പൊ ഞാൻ പാർട്ടിക്കാരനാ. മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കാനല്ലേ അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ്റെ വേണ്ടത്? ഞാൻ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞ് ചെയ്യും. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഈ 2 പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒരു പോസ്റ്റിലേക്ക് അന്യം ഒതുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോട് എന്റെ ACC നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അത് സ്വാഭാവികമായി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകന്മാർ ആവശ്യപ്പെടും. അതിപ്പം മാറ്റം നിൽക്കണമെന്ന് പറയാൻ അത് സ്വാഭാവികം. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.